ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വിസി നിയമന പട്ടികയിൽ സർക്കാർ രാജ്ഭവന് കൈമാറി. സെർച്ച് കമ്മിറ്റി നൽകിയ പട്ടികയിൽ മുഖ്യമന്ത്രിയെ മുൻഗണന നിശ്ചയിച്ചിട്ടുണ്ട്. ഇനി ഏതായാലും ഈ പട്ടികയിൽ നിന്നായിരിക്കണം ഒരു നിയമനം ഉണ്ടാകേണ്ടത്, അല്ലേ ഷീജ? തീർച്ചയായും. കാരണം സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ രണ്ട് സർവകലാശാലകളിലേക്കും, സാങ്കേതിക സർവകലാശാലയിലേക്കും ഡിജിറ്റൽ സർവകലാശാലയിലേക്കുമുള്ള വിസി നിയമനത്തിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്ന നടപടികൾക്ക് തുടക്കമായത്. അതിന്റെ പ്രത്യേകമായിട്ടുള്ള അഭിമുഖങ്ങൾ രണ്ട് സർവകലാശാലയിലുമായി നടത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് അതിന്റെ ചുരുക്കപ്പട്ടിക മുഖ്യമന്ത്രിക്ക് നൽകിയത്. മുഖ്യമന്ത്രിയുടെ മുൻഗണന അനുസരിച്ച് ആ പട്ടിക ഇപ്പോൾ ഗവർണർക്ക് കൈമാറിയിരിക്കുകയാണ്. ചാൻസലർ കൂടിയായ ഗവർണർക്ക് കൈമാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ തീരുമാനമെടുക്കേണ്ടത് ഗവർണറാണ്. പക്ഷേ അതിൽ ഉടനടി ഒരു തീരുമാനത്തിലേക്ക് കടക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടാണ് നിലവിൽ ഗവർണർ സ്വീകരിച്ചിരിക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ കേസുകളിൽ ഒരു തീർപ്പാകട്ടെ, അതിൽ കേസുകൾ തീർപ്പായതിനു ശേഷം മാത്രം വിസിമാരെ നിയമിച്ചാൽ മതി എന്നുള്ളൊരു നിലപാടാണ് നിലവിലിപ്പോൾ രാജ്ഭവൻ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ ഇനിയും സ്ഥിരം വിസി നിയമനം അത് വൈകും എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. വിനിഷ.